മുഖ്യമന്ത്രി പിണറായി വിജയന് വധഭീഷണി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഔദ്യോഗിക വസതിയിലും ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് ഭീഷണി സന്ദേശം എത്തിയത്. രാജ്ഭവനിലും ബോംബ് ഭീഷണിയുണ്ട്. ഭീഷണി സന്ദേശം എത്തിയത് ധനകാര്യ സെക്രട്ടറിയുടെ ഇമെയിലിലേക്കാണ്. കൊച്ചി വിമാനത്താവളത്തിലും ഭീഷണി എത്തി. എല്ലായിടത്തും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും വിശദമായ പരിശോധന നടത്തുകയാണ്. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഹൈക്കോടതിയിൽ വിവിധ കളക്ട്രേറ്റുകളിലൊക്കെ അടക്കം ഈ ഭീഷണി സന്ദേശം, വ്യാജ ഭീഷണി സന്ദേശം എത്തുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ ഒരു പരിധി കടന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് വരെയും വധഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം. എന്തെങ്കിലും സൂചനകളുണ്ട് ഇത് വ്യാജ ബോംബ് ഭീഷണി തന്നെയാണെന്ന് കരുതാം. പക്ഷേ ഇതൊരിപ്പം പതിവായി ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിന്റെ അന്വേഷണം ഒരു കേസിൽ പോലും, അതായത് ഒരു വ്യാജ ബോംബ് ഭീഷണി കേസിൽ പോലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ടോം, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അതോടൊപ്പം തന്നെ ക്ലിഫ് ഹൗസിലേക്കുമാണ് ഇന്ന് പ്രധാനമായും ഈ ഭീഷണി സന്ദേശം എത്തിയത്. അത് കഴിഞ്ഞ ദിവസം ധനകാര്യ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് വന്ന ഒരു മെയിലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് ബോംബ് പൊട്ടും എന്ന നിലയ്ക്കുള്ള ഒരു സന്ദേശമാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ആ സമയം കഴിയുന്നു. അസ്വാഭാവികമായ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പരിശോധനയിലും ക്ലിഫ് ഹൗസിലും നടത്തിയ പരിശോധനകളുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിൽ ഇത്തരത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഭീഷണി സന്ദേശം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് രാജ്ഭവനിലും ഇതേ ഭീഷണി സന്ദേശം എത്തുന്നു. അവിടെ രാജ്ഭവനിലും ഇങ്ങനെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശമാണ് എത്തിയത്. പക്ഷേ പരിശോധനകളിലൊന്നും തന്നെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ടോം പറഞ്ഞതുപോലെ തന്നെ തുടരെ ഇങ്ങനെ പലയിടങ്ങളിലായി വ്യാജ സന്ദേശങ്ങൾ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എയർപോർട്ടിലാണ് ഇങ്ങനെ ഒരു സന്ദേശം എത്തിയത്. രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു ആ ഒരു സന്ദേശം. അതിനുശേഷം അവിടുത്തെ പരിശോധന കഴിയുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം എത്തുന്നു. അവിടെയും പരിശോധന നടക്കുന്നു. ആളുകളെ പരിഭ്രാന്തിയിലാക്കുക എന്ന ഒരു നീക്കം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതിനു മുൻപ് കളക്ടറേറ്റുകളിലേക്ക് ഇങ്ങനെ സന്ദേശങ്ങൾ എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പല ജില്ലകളിലെ കളക്ടറേറ്റുകളിലേക്ക് ഈ സന്ദേശം എത്തി. തിരുവനന്തപുരത്ത് ആദ്യം ഇങ്ങനെ ഒരു സന്ദേശം എത്തുമ്പോൾ കളക്ടറേറ്റിൽ നിന്ന് മുഴുവൻ ജീവനക്കാരെയും പുറത്തിറക്കി ഓഫീസിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെട്ടു പോകുന്ന നിലയായിരുന്നു. അന്നവിടെ ഈ പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ കടന്തൽ കുത്ത് ഏറ്റ്, തേനീച്ച കുത്തേറ്റ് ആളുകൾക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ തേനീച്ചക്കൂടിളകുമ്പോൾ മുഴുവൻ ജീവനക്കാരും പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. യാദൃച്ഛികമായി സംഭവിച്ചതാണ്. പക്ഷേ ഈ പരിശോധനയുടെ പേരിലാണ് ആ സമയത്ത് മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ഓഫീസിന് പുറത്തിറങ്ങി നിൽക്കേണ്ടി വന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ സന്ദേശം വരുമ്പോൾ വിമാനത്താവളത്തിൻ്റെയോ റെയിൽവേ സ്റ്റേഷൻ്റെയോ പ്രവർത്തനത്തെ അത് ബാധിച്ചില്ല. സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. കൃത്യമായി ആ നടപടികളെല്ലാം നടന്നു പോവുകയായിരുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിലും അങ്ങനെ ജീവനക്കാരെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോയില്ല. സാധാരണ നിലയിൽ സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം നടന്നു. പക്ഷേ ഇങ്ങനെ തുടരെ വരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി 2-ാം തീയതി തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് തുറമുഖം ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വരവിന് തൊട്ട് മുൻപാണ് ഇങ്ങനെയുള്ള വ്യാജ സന്ദേശങ്ങൾ എത്തുന്നത്, ഭീഷണിപ്പെടുത്തിയുള്ള സന്ദേശങ്ങൾ എത്തുന്നത്. ഇത് സംബന്ധിച്ച് ഇന്റലിജൻസിൻ്റെതടക്കമുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. 5 കേസുകൾ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, തമിഴ്നാട്ടിലെ ഒരു സിനിമാ നിർമ്മാതാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പ്രചരിക്കുന്നുണ്ട്. ശ്രീലങ്കയിലേക്ക് ഇയാൾ ലഹരി വസ്തുക്കൾ കടത്തിയിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ അറസ്റ്റിലായി. അതിനുശേഷം ഇയാളുടെ അനുയായികൾ പല സ്ഥലങ്ങളിലായി ഇങ്ങനെ വ്യാജ സന്ദേശം അയക്കുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിനൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. കേരളത്തിലടക്കം ലഹരി വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിൽ അസ്വസ്ഥരായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന കാര്യമാണ്. പക്ഷേ മെറ്റയുടെ അടക്കം സേവനം പോലീസ് തേടിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ അടക്കം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശങ്ങളുണ്ട്. കൃത്യമായി ഈ മെയിലുകൾ, അത് ഈ ഡാർക്ക് നെറ്റുമായി ബന്ധപ്പെട്ടാണ് മെയിലുകൾ. ഈ വ്യാജ ഭീഷണി സന്ദേശം അയക്കുന്നവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ വിനോദ്? കാരണം ഈ അടിക്കടി ഇതുപോലുള്ള സംഭവങ്ങൾ, ഇതുപോലുള്ള ഭീഷണി സന്ദേശം എത്തുമ്പോൾ ഒരു രീതിയിൽ പോലും ഒരു സൂചനയും ലഭിക്കാത്ത രീതിയിലാണ് വീണ്ടും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ടോം, തീർച്ചയായിട്ടും ഇത് പുറത്തു നിന്നുള്ള മെയിലുകളാണ്. അവിടെയാണ് ഇതിൻ്റെ കൂടുതൽ ഏജൻസികളുടെ സേവനം സംസ്ഥാന പോലീസ് തേടുന്നത്. മാത്രമല്ല, ഈ രാജ്യത്തിന് പുറത്തു നിന്നാണെങ്കിൽ ഇവരെ കണ്ടെത്തുക എന്നതും എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല, നേരത്തെ ഇങ്ങനെ ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നത്
ഫോൺ മുഖാന്തരമാണ്, പലപ്പോഴും കോളുകളിലൂടെയാണ് ഓഫീസുകളിൽ വിളിച്ചറിയിക്കുന്നത്, അല്ലെങ്കിൽ പോലീസിനെയോ മറ്റ് ഇടങ്ങളിലോ മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലോ ഒക്കെ തന്നെ ഇങ്ങനെ ഫോണിലൂടെ ഭീഷണി സന്ദേശങ്ങൾ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി ഇമെയിൽ ആകുന്നു. അതിൻ്റെ IP അഡ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, URL അഡ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിന് സൈബർ വിഭാഗത്തിൻ്റെ സേവനം, അത് കേരള പോലീസിൻ്റെ മാത്രം കൊണ്ട് നമുക്കറിയാം, പല കേസുകളിലും മെറ്റയുടെ അടക്കം സഹായം തേടിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോയിരുന്നൊരു സാഹചര്യമുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പല മെയിലുകളും വരുന്നത് പുറത്തു നിന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകണം. മാത്രമല്ല ഇതെല്ലാം തന്നെ വ്യാജമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ പ്രചരണങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ വന്ന ഭീഷണിപ്പെടുത്തിയുള്ള ഈ സന്ദേശങ്ങളെല്ലാം തന്നെ തെറ്റായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരെ പരിഭ്രാന്തിയിൽ എത്തിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഒരു അസ്ഥിരത ഉണ്ടാക്കുക, സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെ തകർക്കുക എന്ന നിലയ്ക്കുള്ളതാണ്. പക്ഷേ ഗൗരവത്തോടുകൂടി കാണുന്നു. മാത്രമല്ല പ്രധാനമന്ത്രിയുടെ വരവിനെ അതീവ ഗൗരവമായി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകളാണ് നടക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനും ഔദ്യോഗിക വസതിക്കും അതോടൊപ്പം രാജ്ഭവനും നേരെയാണ് ഇത്തവണ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്.